നമസ്കാരം സുഹൃത്തുക്കളെ, 18-ാം തീയതി നടത്തിയ 66/2026 സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ്. ഇത് ക്ലാസ് വന്നിട്ട് മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അത്ര ഡീപ്പായിട്ടാണ് പഠിച്ചു പോകുന്നത്. നമുക്ക് നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. ആ 20 ക്വസ്റ്റ്യന്റെയും 2 ക്ലാസ്സുകളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ശരിയായ പ്രസ്താവനകൾ 2ഉം 4ഉം ബോംബെ പ്ലാനിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. എന്താണ് ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ്, അതായത് 1944, 1945 1944-45 കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സാമ്പത്തിക പദ്ധതിയാണ് ഏത്? ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ഭാവി സാമ്പത്തിക വികസനം, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ഭാവി സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ചതാണ് ഏത്? ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. 8 വ്യവസായ പ്രമുഖർ ചേർന്നതാണ് കേട്ടോ. 8 വ്യവസായ പ്രമുഖർ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? ഈ പദ്ധതി തയ്യാറാക്കിയത്. അതേപോലെ തന്നെ ഇതിന്റെ ഔദ്യോഗിക നാമം എന്തെന്ന് ചോദിച്ചാൽ, ശ്രദ്ധിക്കണേ, എ ബ്രീഫ് memorandum outlining a plan of economic development for ഇന്ത്യ. ഓക്കെ, ഇതാണ് ബോംബെ പ്ലാനിന്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത്. എന്താണ്? എ ബ്രീഫ് മെമ്മോറാൻഡം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നതാണ് ബോംബെ പ്ലാനിന്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത്. 8 വ്യവസായ പ്രമുഖർ ചേർന്നതാണ്. രാജ്യത്തിന്റെ ഭാവി സാമ്പത്തിക വികസനത്തിന് വേണ്ടി രൂപീകരിച്ചതാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അല്ലെ, 44-45 കാലഘട്ടത്തിലാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിൽ ആരൊക്കെയാണ് 8 വ്യവസായ പ്രമുഖർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് വരുന്നത് JRD ടാറ്റയാണ്. JRD ടാറ്റ. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് ബിർളയാണ്. ആരാണ്? ബിർള. അതായത് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്നുള്ളൂ, വലിയ വലിയ പേരുകളായതുകൊണ്ടാണ് കേട്ടോ. ബിർള, ഘനശ്യാം ദാസ് ബിർള ആണ്. മൂന്നാമത് വരുന്നത് അർദേശിർ ദലാല്. അതുപോലെ തന്നെ നാലാമത് വരുന്നത് ലാലാ ശ്രീറാം ആണ്. അടുത്തത് കസ്തൂർബായ് ലാൽബായ് ആണ്. കസ്തൂർബായ് ലാൽബായ്. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരാണ്. അതുപോലെ തന്നെ അർദേശിർ ദരാബ്ഷോ ഷ്രോഫ് കേട്ടോ. ഫുൾ പേര് അർദേശിർ ദരാബ്ഷോ ഷ്രോഫ്. പിന്നെ പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്. ഏഴാമത് വരുന്നത് പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്. ഇദ്ദേഹമായിരുന്നു അതില് പദ്ധതിയുടെ പത്രാധിപർ എന്ന് കേട്ടോ. പദ്ധതിയുടെ പത്രാധിപർ ആരായിരുന്നു? പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്. പിന്നെ അടുത്തത് വരുന്നത്, എട്ടാമത്തത് വരുന്നത് ജോൺ മത്തായി. ആരാണ്? ജോൺ മത്തായി ആണ്. ആരൊക്കെയാണ്? 8 വ്യവസായ പ്രമുഖർ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? ബോംബെ പ്ലാന് രൂപീകരിച്ചത്. 44-45 കാലഘട്ടത്തിൽ ഭാവി ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടാണ് എ ബ്രീഫ് മെമ്മോറാൻഡം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നതാണ് ഇതിന്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് കേട്ടോ. അത് പഠിക്കണേ. അതേപോലെ തന്നെ ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഒന്ന്, വരുമാനം വർദ്ധിപ്പിക്കണം അല്ലെ. വരുമാനം എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. എത്ര വർഷത്തിനുള്ളിൽ? 15 വർഷത്തിനുള്ളിൽ കേട്ടോ. 15 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഒരു ആളോഹരി വരുമാനം എന്ത് ചെയ്യണം? ഇരട്ടിയാക്കണം. അതുപോലെ തന്നെ വ്യവസായവൽക്കരണം, ഒന്ന് വരുമാനം വർദ്ധിപ്പിക്കണം, വ്യവസായവൽക്കരണം ലക്ഷ്യങ്ങളാണ്. വ്യവസായവൽക്കരണം എന്താണ്? രാജ്യത്ത് വൻകിട അടിസ്ഥാന വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകിയിട്ട് ഇറക്കുമതിക്ക് ബദലായിട്ട് എന്ത് ചെയ്യുക? ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക. സ്വന്തം രാജ്യത്ത് തന്നെ എന്ത് ചെയ്യണം? മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യാതെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക. അതാണ് വ്യവസായവൽക്കരണത്തിൽ ലക്ഷ്യമിട്ടത്. അതുപോലെ തന്നെ അടുത്തത് വന്നിട്ട് ജീവിത നിലവാരം ഉയർത്തലാണ്. എന്താണ്? ജീവിത നിലവാരം ഉയർത്തണം. സാധാരണക്കാരുടെ സാമ്പത്തിക സാമൂഹ്യ ജീവിത നിലവാരം എന്ത് ചെയ്യണം? അതിവേഗം മെച്ചപ്പെടുത്തണം അല്ലെ. അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ
മിശ്ര സമ്പദ് വ്യവസ്ഥ. അതൊക്കെ ഇതിന്റെ ലക്ഷ്യങ്ങളാണ് കേട്ടോ. മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വകാര്യ സംരംഭങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ വികസനത്തിൽ ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടലും നിയന്ത്രണവും ആവശ്യമാണെന്ന് ഈ പദ്ധതി വാദിച്ചു. അതായത് സ്വകാര്യ സംരംഭങ്ങൾക്ക് ഉണ്ടെങ്കിലും ഒരുപാട് സ്വകാര്യ സംരംഭങ്ങൾ ഓരോ വ്യക്തികളുടെയും ഉണ്ടാവും അല്ലെ. എങ്കിലും രാജ്യത്തിന്റെ വികസനത്തിൽ ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം, അവരുടെ നിയന്ത്രണം ഉണ്ടാകണം. ഇതൊക്കെ ആവശ്യമാണ് ഈ പദ്ധതി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ 44-45 കാലഘട്ടത്തിലൊക്കെ ഈ ബോംബെ പ്ലാൻ ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന് ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ജവഹർലാൽ നെഹ്റുവിന് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹം ഔദ്യോഗികമായിട്ടൊന്നും ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ് നമുക്കറിയാം പഞ്ചവത്സര പദ്ധതി അല്ലെ. പഞ്ചവത്സര പദ്ധതികളിൽ ശില്പി എന്നറിയപ്പെടുന്നത് നമുക്കറിയാം അല്ലെ. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളുടെയും ആസൂത്രണ കമ്മീഷനെ രൂപീകരിച്ചു അല്ലെ. പഞ്ചവത്സര പദ്ധതി വന്നു, ആസൂത്രണ കമ്മീഷൻ വന്നു. ആ ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിനും ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പല ആശയങ്ങളും പഞ്ചവത്സര പദ്ധതിയിലാണെങ്കിലും ആസൂത്രണ കമ്മീഷനാണെങ്കിലും പല ആശയങ്ങളും ഏതിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഈ ബോംബെ പ്ലാനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പിന്നീട് അതിൽ നിന്നും അടിസ്ഥാനപരമായിട്ടുള്ള പല ആശയങ്ങളും ബോംബെ പ്ലാനിൽ നിന്ന് ഉൾക്കൊണ്ടവയായിരുന്നു. ഓക്കെ ആദ്യം അംഗീകരിച്ചില്ലെങ്കിലും പക്ഷെ അതിന്റെ അടിസ്ഥാന ആശയങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു. പിന്നീട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുമ്പോഴും ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴും ഒക്കെ ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമുക്കറിയാം അതേപോലെ തന്നെയാണ് ബോംബെ പ്ലാൻ അന്നുണ്ടായിരുന്നു. അതിന് പിന്നീടാണ് പിന്നെ ഗാന്ധിയൻ പ്ലാന്, ജനകീയ പ്ലാനൊക്കെ നിലവിൽ വന്നത് കേട്ടോ. ഗാന്ധിയൻ പ്ലാന്, ജനകീയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബോംബെ പ്ലാനുമായിട്ട് സെറ്റ് ആണല്ലോടാ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? അംഗമല്ലാതിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് കേട്ടോ. ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. എന്താ ഇതിലിപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരെന്ന് ചോദിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി രൂപീകരിച്ച സംഘടനയൊന്നും അല്ല. ഔദ്യോഗികമായിട്ട് അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം. ഇവിടെ ഔദ്യോഗികമായിട്ട് രൂപീകരിച്ച ഒരു സംഘടനയൊന്നും അല്ല ഏത് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് കേട്ടോ. അതായത് രണ്ടാം ലോക മഹായുദ്ധം എപ്പോഴാണ്? 1939 മുതൽ 1945 വരെ നടന്നതാണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തില് ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യയെ സായുധ സമരത്തിലൂടെ മോചിപ്പിക്കാൻ വിദേശത്ത് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? INA എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് INA? നമ്മൾ എപ്പോഴും പഠിക്കും ഇന്ത്യൻ നാഷണൽ ആർമി. എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമി? വിദേശത്ത് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് രൂപീകരിച്ചത്. പക്ഷെ ഔദ്യോഗികമായിട്ട് അത് രൂപീകരിച്ചതല്ല. എന്തിനു വേണ്ടിയിട്ടാണ് അത് രൂപീകരിക്കാൻ കാരണം ഉണ്ടായത്? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യയെ സായുധ സമരത്തിലൂടെ നമ്മുടെ ഇന്ത്യ മോചിപ്പിക്കണം എന്ന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ഏത്? ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത്. എങ്കിലും നമ്മൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ പ്രമുഖ നേതാക്കളും ഒക്കെ എന്താണ് ഈ സംഘടനയുമായിട്ട് വളരെ ആഴത്തില് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഈ സംഘടനയുമായിട്ട് വളരെയധികം ആഴത്തിൽ ബന്ധപ്പെട്ടിരുന്നു. അതില് ഇപ്പോ 1939 to 45 രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാം ഘട്ടം 1942 രണ്ടാം ലോക മഹായുദ്ധത്തില് ജപ്പാന്റെ പിടിയിലായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ, അതായത് ജപ്പാൻ ഉണ്ടല്ലോ, ഈ ജപ്പാന്റെ കീഴില് എന്ത് ചെയ്തു? ജപ്പാന്റെ കയ്യിൽ കുറെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ യുദ്ധം. അന്ന് നമ്മൾ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയാണ് അല്ലെ. 47 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. 47 ഓഗസ്റ്റ് 15 മുമ്പ് എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയാണ്. അപ്പൊ നമ്മുടെ ഈ ബ്രിട്ടീഷ് ഇന്ത്യയില്, ബ്രിട്ടീഷ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഇന്ത്യയില്, ബ്രിട്ടീഷ് ഇന്ത്യയില് നമ്മുടെ ഇന്ത്യക്കാരില് ആരുടെ ഇതിലായിരുന്നു? ജപ്പാന്റെ സൈന്യത്തില്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ യുദ്ധ തടവുകാരൊക്കെ എന്താണ്? അവരെയൊക്കെ സംഘടിപ്പിച്ചിട്ട്, അതായത് ജപ്പാന്റെ പിടിയിലായ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ യുദ്ധ തടവുകാരെ സംഘടിപ്പിച്ചിട്ട് നമ്മുടെ ആരൊക്കെയാണെന്നറിയോ? ഈ 42 കാലത്തിലാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ്. പേരുകൾ ശ്രദ്ധിക്കണേ, കാരണം ഇങ്ങനത്തെ പേരുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പൊ 4 ഓപ്ഷൻ വന്നപ്പോൾ ആരാണ് ഇല്ലാതിരിക്കാന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. മോഹൻ സിംഗും അതുപോലെ തന്നെ റാഷ് ബിഹാരി ബോസ് ഉണ്ടല്ലോ, മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസ് എന്നിവർ ചേർന്നിട്ട് എന്ത് ചെയ്തു? സിംഗപ്പൂരിൽ കേട്ടോ, എവിടെയാണ്? സിംഗപ്പൂരിൽ വെച്ചിട്ട് ആദ്യമായിട്ട് INA രൂപീകരിക്കുന്നത്. മനസ്സിലായോ? 39 to 45 രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം. 42 ജപ്പാന്റെ പിടിയിലായ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ യുദ്ധ തടവുകാരെ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കപ്പെടുന്നത്. അതിന് നേതൃത്വം കൊടുത്തവരാണ് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും. അത് കഴിഞ്ഞു, അങ്ങനെ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ പിറ്റത്തെ വർഷം 1943 ഇതിന്റെ നേതൃത്വം മുൻ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയിട്ടായിരുന്ന
സുഭാഷ് ചന്ദ്രബോസ്, എപ്പോഴും സുഭാഷ് ചന്ദ്രബോസ് ആയിരിക്കും എന്ത് ചെയ്യുക PSCക്ക് ഇഷ്ടം കേട്ടോ. 43 നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്, അതായത് കോൺഗ്രസിന്റെ അന്ന് നേതൃസ്ഥാനത്തായിരുന്നു ആര്, സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ഈ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും എന്ത് ചെയ്തു, ഈ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പേര് അങ്ങോട്ട് മാറ്റി. എന്ത് മാറ്റി? ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പേര് മാറ്റി. പ്രീവിയസ് ചോദ്യമാണ്, ആസാദ് ഹിന്ദ് ഫൗജ്, ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ച് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പേര് മാറ്റിയിട്ട് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പുനഃസംഘടിപ്പിച്ചു. ഒന്നും കൂടി അതിന്റെ നേതൃസ്ഥാനമൊക്കെ ഏറ്റെടുത്ത ആളെ ഇനി ഒന്നും കൂടിയിട്ട് അങ്ങോട്ട് പുനഃസംഘടിപ്പിച്ചു. മനസ്സിലായോ? അങ്ങനെ ഈ കോൺഗ്രസിന്റെ അന്നത്തെ നേതൃസ്ഥാനത്തിലുള്ള ഒരു നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ പക്ഷെ അത് ഏറ്റെടുക്കാൻ കാരണം എന്താ ചോദിച്ചാൽ, കോൺഗ്രസിന്റെ നേതൃത്വം ചോദിച്ചാൽ നമുക്കറിയാം 1938-39 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാ? 1938-39 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. 38-39 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. മനസ്സിലായോ? എന്നാൽ നമുക്കറിയാം പല ഘട്ടങ്ങളിലും നമ്മൾ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഗാന്ധിജിയുമായിട്ടുള്ള ആശയപരമായിട്ട് സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിജിയും തമ്മിൽ അത്ര വലിയ ഒരു ഇതുണ്ടായിരുന്നില്ല അല്ലെ. കാരണം ഗാന്ധിജിക്കല്ല, ആർക്കാണ്? സുഭാഷ് ചന്ദ്രബോസിന് ഗാന്ധിജിയുടെ ആശയപരമായ ഭിന്നതകൾ അല്ലെ, പല ഭിന്നതകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടു. കോൺഗ്രസ് വിട്ടിട്ട് ഇന്ത്യക്ക് പുറത്തു പോയിട്ട് സായുധ സമരം നയിക്കാൻ INAയുടെ ചുമതല ഏറ്റെടുത്തു. അപ്പൊ ഈ INAയുടെ ചുമതല നേതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം കാരണം ഇതൊരു സ്റ്റോറി പോലെ മനസ്സിലാക്കിയ പിന്നീട് നമുക്കിത് പഠിക്കണ്ട. ഇത് നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്യും. ഇന്ത്യൻ നാഷണൽ ആർമി എന്താണ് പഠിക്കുക, അങ്ങനെ പഠിക്കണ്ട. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തെ 39-45 രണ്ടാം ലോക മഹായുദ്ധം, അതിൽ ഫസ്റ്റ് ഘട്ടം 1942 ജപ്പാനില് പിടിയിലായ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ എല്ലാവരെയും കൂടി സംഘടിപ്പിച്ചിട്ട് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും കൂടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. സിംഗപ്പൂർ പോയിട്ട് രൂപീകരിച്ചു. അങ്ങനെ ഒരു സ്റ്റോറി പോലെ പഠിക്കുക. അടുത്ത പിറ്റേ വർഷം 43 അന്ന് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിരുന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തു. കാരണം അദ്ദേഹം 1938-39 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INAയുടെ സ്ഥാനം ഏറ്റെടുക്കുകയും നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും അതിനെ പുനഃസംഘടിപ്പിച്ചു. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പുനഃസംഘടിപ്പിച്ചു. എന്നാൽ ഗാന്ധിജിയുമായി ആശയപരമായ ഭിന്നതകളെ തുടർന്ന് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിടുകയും വിദേശത്ത് പോയിട്ട് INAയുടെ ചുമതല എന്താണ്, വിദേശത്ത് പോയിട്ട് സായുധ സമരം നയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം INAയുടെ ചുമതല എന്ത് ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത്. മനസ്സിലായോ? എന്നാൽ നേതാജി തന്റെ സൈന്യത്തിലെ ബ്രിഗേഡിയറുകൾക്ക്, അതായത് അദ്ദേഹം വിദേശത്ത് പോയി സായുധ സമരം നടത്താൻ തുടങ്ങി. അദ്ദേഹം അപ്പൊ സൈന്യങ്ങൾ കൂടി ഉണ്ടാവും അല്ലെ, ആ സൈന്യത്തിലെ ബ്രിഗേഡുകൾക്കൊക്കെ പേര് കൊടുത്തത് എങ്ങനെയാണെന്നറിയോ? സൈന്യത്തിലെ ബ്രിഗേഡുകൾക്കൊക്കെ ഗാന്ധി ബ്രിഗേഡ്, ശ്രദ്ധിക്കണേ, ഗാന്ധി ബ്രിഗേഡ്. പിന്നെ കൊടുത്തത് നെഹ്റു ബ്രിഗേഡ്, നെഹ്റു ബ്രിഗേഡ്, ആസാദ് ബ്രിഗേഡ്. കണ്ടോ? ഇങ്ങനെയുള്ള പേരുകളാണ് എന്ത് ചെയ്തത്, അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ പേരുകളാണ് അവർ സൈന്യത്തിലെ ബ്രിഗേഡുകൾക്ക് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് കൊടുത്തത്. ഓക്കെ. എന്നാൽ ഈ യുദ്ധത്തിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നമ്മുടെ ജപ്പാൻ എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. മനസ്സിലായോ? ജപ്പാൻ എന്ത് ചെയ്തു, പരാജയപ്പെട്ടതോടുകൂടി ബ്രിട്ടീഷുകാര് എന്ത് ചെയ്തു, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സൈനികരെയും നേതാക്കളെയും ഒക്കെ തടവുകാരാക്കുകയും ഡൽഹിയിൽ ചെങ്കോട്ടയിൽ വെച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ഇവരെയൊക്കെ വിചാരണ ചെയ്യുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധം നടന്നു, ജപ്പാൻ പരാജയപ്പെട്ടു, ബ്രിട്ടീഷുകാർക്ക് അധികാരം കൂടിയപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയിലുള്ള എല്ലാ സൈനികരെയും എന്ത് ചെയ്തു, പിടിച്ചു കെട്ടി തടവിൽ ാക്കിയിട്ട് ഡൽഹിയിലെ ചെങ്കോട്ടിൽ വെച്ചിട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് വിചാരണ ചെയ്യുകയും ചെയ്തു. ഈ സമയത്ത് കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ശക്തമായ പിന്തുണ ആർക്ക് നൽകി, ഇന്ത്യൻ നാഷണൽ ആർമിക്ക് നൽകി. ഓക്കെ ആണല്ലോ. അങ്ങനെ കോൺഗ്രസ് എന്ത് ചെയ്തു, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് കമ്മിറ്റിയെ രൂപീകരിച്ചു. ഇന്ത്യൻ നാഷണൽ ആർമിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ ഒരു ഡിഫൻസ് കമ്മിറ്റിയെ നിയമിച്ചു. അങ്ങനെ വർഷങ്ങളായിട്ട് അഭിഭാഷക വേഷം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ആര്, നമ്മുടെ ജവഹർലാൽ നെഹ്റു. അതായത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അഭിഭാഷക ജോലി മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. പക്ഷേ നിയമസഹായത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് അഭിഭാഷക വേഷം മാറ്റിവെച്ചിരുന്ന ജവഹർലാൽ നെഹ്റു, ഇവരൊക്കെ അതിലുള്ള ആൾക്കാരാണ്, INAയിലാണ്. ദുലാഭായി ദേശായി, ഇവരൊക്കെ പിന്തുണ നൽകിയ വ്യക്തികളാണ്. ജവഹർലാൽ നെഹ്റു, ഇവിടെ ശ്രദ്ധിക്കണേ, ബുലാഭായി ദേശായി, ജവഹർലാൽ നെഹ്റു, ബുലാഭായി ദേശായി, തേജ് ബഹദൂർ സപ്രു. ഓപ്ഷൻ കണ്ടോ?
തേജ് ബഹദൂർ സപ്രു, തേജ് ബഹദൂർ സപ്രു എന്നിവർ ചെങ്കോട്ടയിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ ആർമിയിലെ സൈനികർക്കായിട്ട് കോടതിയിൽ വാദിച്ചു. കാരണം ബ്രിട്ടീഷുകാർ ചെങ്കോട്ടയിൽ തടവിലാക്കിയില്ലേ, രാജ്യദ്രോഹ കുറ്റം ചുമത്തില്ലേ. എന്നാൽ അഡ്വക്കേറ്റ് നിയമസഹായത്തിന് വേണ്ടിയിട്ട് അന്ന് അഭിഭാഷകരായിരുന്ന ജവഹർലാൽ നെഹ്റു, ഭുലാഭായ് ദേശായി, തേജ് ബഹദൂർ സപ്രു എന്നിവർ എന്ത് ചെയ്തു, ഇന്ത്യൻ നാഷണൽ സൈനികർക്കായിട്ട്, ഇന്ത്യൻ നാഷണൽ ആർമിക്ക് സൈനികർക്കായിട്ട് കോടതിയിൽ വാദിച്ചു. എന്നാല് മനസ്സിലായിരുന്നുണ്ടോ? അപ്പൊ ഇവരൊക്കെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെട്ടതാണ്, തേജ് ബഹദൂർ ഉൾപ്പെട്ടതാണ്, ഭുലാഭായ് ദേശായി ഉൾപ്പെട്ടതാണ്, റാഷ് ബിഹാരി ബോസ് ഉണ്ട്, എന്താണ് മോഹൻ സിംഗ് ഉണ്ട്, മനസ്സിലായോ, സുഭാഷ് ചന്ദ്ര ബോസ് ഉണ്ട്. ഇതൊക്കെ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണ്. മനസ്സിലായോ? അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി നേരിട്ടുമല്ല ഔദ്യോഗികമായിട്ട് ഉണ്ടാക്കിയതല്ല ഏത് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറഞ്ഞത്. അതിന്റെ ഏറ്റവും ജനപ്രിയനായ മുൻ നേതാവാണ് ഇന്ത്യൻ INA നയിച്ച മുൻ നേതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുവർണ അധ്യായമാക്കി മാറ്റിയതും അദ്ദേഹം തന്നെയാണ്. മനസ്സിലായല്ലോ? ഇനി തെറ്റിക്കാൻ പാടില്ല. ഇന്ത്യൻ നാഷണൽ ഒരു സ്റ്റോറി പോലും മനസ്സിലാക്കിയില്ലേ? 1939 അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1939 ഇനി ഈ വർഷം തെറ്റിക്കാൻ പാടില്ല. കേൾക്കുന്നുണ്ടോ? ഇനിയിപ്പോ നമുക്ക് പല എക്സാമുകൾ നിങ്ങൾക്കുണ്ട്. അപ്പൊ ഈ അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം ഏത് വർഷം എന്ന് ചോദിച്ചാൽ പിന്നീട് തെറ്റാൻ പാടില്ല. 1939 കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ശരിയായ പ്രസ്താവനയാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇവിടെ എന്താണ് പറയുന്നത്? 1939 പഞ്ചാബിലെ ലുധിയാനയിലാണ് കേട്ടോ. പഞ്ചാബിലെ ലുധിയാനയിലാണ് അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടക്കുന്നത്. മനസ്സിലായോ? ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾ കോൺഫറൻസ്, അതായത് AISPC. മനസ്സിലായോ? അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം AISPC ആണ്. മനസ്സിലായോ? ഇതില് നടന്ന മനസ്സിലായി. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. എവിടെ? ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചാബിലെ ലുധിയാനയിലാണ്. മനസ്സിലായോ? നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ഇത് ഈ സമ്മേളനം എന്ന് പറയുന്നത്. 1939 എന്ത് ചെയ്തു? ഈ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് ജവഹർലാൽ നെഹ്റു ചുമതലയേറ്റു എന്ന് പറഞ്ഞു അല്ലെ. അദ്ദേഹം നാട്ടുരാജ്യങ്ങളിലെ ജനകീയ സമരങ്ങൾക്ക് വലിയ ഊർജം നൽകി. പറയുന്നുണ്ട് ഇവിടെ നാട്ടുരാജ്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ. നാട്ടുരാജ്യങ്ങളിലെ ജനകീയ സമരങ്ങൾക്ക് എന്ത് ചെയ്തു? ജനകീയ സമരങ്ങൾക്ക് വലിയ ഊർജം നൽകിയിട്ടുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളിലെ വലിയ ജനകീയ സമരങ്ങൾക്ക് എന്ത് ചെയ്തു? വലിയൊരു ഊർജം നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയങ്ങളാണ്. അന്ന് നമുക്ക് അറിയാം ഇന്ത്യയിൽ പല സമരങ്ങളും നടക്കുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയാണ് അല്ലെ. ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സമരത്തിന് നേരെ പോരാടുന്നു, അതൊക്കെയാണ്. പക്ഷെ അത് മാത്രം പോരാ, ഇങ്ങനെയും ചെയ്യണം. അതായത് വേറെയും ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ സമരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? നാട്ടുരാജ്യങ്ങളിലെ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഈ ലുധിയാന സമ്മേളനത്തിലൂടെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അന്ന് അതുവരെ എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ സമരങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അത് പോരാ, നാട്ടുരാജ്യങ്ങളിലെ ജനകീയ പ്രസ്ഥാനങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ പ്രജാമണ്ഡലങ്ങൾ എന്നല്ലേ നമ്മൾ പറയാ. നാട്ടുരാജ്യ പ്രജാ സമ്മേളനമൊക്കെ എന്താ പറയാ? പ്രജാമണ്ഡലങ്ങൾ എന്ന് പറയില്ലേ. ആ പ്രജാമണ്ഡലങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. അത് ഏതിലൂടെയാണ്? 39 ലുധിയാന സമ്മേളനം. ലുധിയാന പറഞ്ഞാൽ അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തോടുകൂടിയാണ്. എന്തായിരുന്നു ഇവിടെ ലക്ഷ്യം? എന്തായിരുന്നു നെഹ്റു ലക്ഷ്യമിട്ട? അധ്യക്ഷൻ നെഹ്റു ആണ്. ലക്ഷ്യമിട്ടത് എന്താ? നാട്ടുരാജ്യങ്ങളില് ഉത്തരവാദിത്ത ഭരണം. നാട്ടുരാജ്യങ്ങളില് ഉത്തരവാദിത്ത, ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടിയാവോ അല്ലെ. നാട്ടുരാജ്യങ്ങളില് ഉത്തരവാദിത്ത ഭരണവും അതുപോലെ തന്നെ പൗരസ്വാതന്ത്ര്യവും നടപ്പിലാക്കുക. പൗരസ്വാതന്ത്ര്യം കണ്ടോ?
പൗരാവകാശം. കണ്ടോ? പൗരസ്വാതന്ത്ര്യം, ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കുക. ഉത്തരവാദിത്ത ഭരണം എവിടെ? ഇത് രണ്ടും എവിടെ ആയിരിക്കണം? നാട്ടുരാജ്യങ്ങളിൽ ആയിരിക്കണം. ഉത്തരവാദിത്ത ഭരണവും പൗരസ്വാതന്ത്ര്യവും നാട്ടുരാജ്യങ്ങളിൽ നടപ്പിലാക്കുക എന്നതായിരുന്നു ഈ പ്രജാ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കേരളത്തിലുണ്ടാവും അല്ലേ? അങ്ങനെ ഈ അഖിലേന്ത്യാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ നാട്ടുരാജ്യങ്ങൾ അന്ന് ഏതൊക്കെയായിരുന്നു? തിരുവിതാംകൂറും കൊച്ചിയും അല്ലെ? തിരുവിതാംകൂറും കൊച്ചിയും എന്നിവിടങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജനകീയ പ്രക്ഷോഭം ശക്തമാക്കി. മനസ്സിലായോ? അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അന്ന് തിരുവിതാംകൂറും ഒരു നാട്ടുരാജ്യമാണ്, കൊച്ചി നാട്ടുരാജ്യമാണ്. ഇവിടെ നാട്ടുരാജ്യ പ്രജാ സമ്മേളനമാണ്. നാട്ടുരാജ്യ പ്രജാ സമ്മേളനം പറയുമ്പോൾ അവർക്ക് ഉത്തരവാദിത്ത ഭരണവും പൗരസ്വാതന്ത്ര്യം കൊടുക്കലാണ് ലക്ഷ്യം. അപ്പോ ഇവർ കൂടെ നിൽക്കില്ലേ? അപ്പോ ഈ തിരുവിതാംകൂറിലും കൊച്ചിയിലും വളരെയധികം ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനായിട്ട് പോരാടിയതാണ് ഏത്? നമുക്കറിയാം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നത് അല്ലേ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. കൊച്ചിയിൽ ഏതായിരുന്നു? കൊച്ചിൻ പ്രജാമണ്ഡലം. മനസ്സിലായോ? ഇതൊക്കെ തുടങ്ങിയ സംഘടനകൾക്ക് ഈ സമ്മേളനത്തിലെ തീരുമാനങ്ങൾ എന്ത് ചെയ്തു? വളരെയധികം പ്രചോദനമാവുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഈ സമ്മേളനത്തില് ഒരു കാര്യം പറയുന്നുണ്ട്. ചിലപ്പോൾ നാളെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തെറ്റാൻ പാടില്ല. നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമരം എന്നത് ഇന്ത്യയുടെ പൊതുവായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എന്ന് വിഖ്യാതമായ പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു നടത്തിയത് ഏത് സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ 1939 അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമരം എന്നാൽ എന്താണ്? അത് ഇന്ത്യയുടെ പൊതുവായ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് ഭാഗം തന്നെയാണ് എന്ന് വിഖ്യാതമായ പ്രഖ്യാപനം ആര് നടത്തി? ജവഹർലാൽ നെഹ്റു നടത്തി. അത് ഏതിലാണ്? ഏത് ഈ വിഖ്യാതമായ പ്രഖ്യാപനം നടത്തിയ സമ്മേളനം 39 അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനമാണ്. തെറ്റിക്കരുത്. അങ്ങനെ ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ സംഘടനകളൊക്കെ ശക്തമായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും കൊച്ചി പ്രജാമണ്ഡലവും ഒക്കെ എന്നിവിടങ്ങളിലൊക്കെ എന്ത് ചെയ്തു? തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണത്തിനായിട്ട് പോരാടിയതാണ് ഏത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. കൊച്ചിയിൽ കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലം തുടങ്ങിയ സംഘടനകൾക്ക് ഈ സമ്മേളനത്തിലെ തീരുമാനങ്ങൾക്കൊക്കെ വളരെയധികം പ്രചോദനമായി. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരാണ്? അദ്ദേഹം സി രാജഗോപാലാചാരിയാണ്. നമുക്കറിയാം ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വര അയ്യാണ്. അപ്പൊ അദ്ദേഹം അല്ല എന്നുള്ളത് നമുക്കറിയാം. ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് ആണ്. എന്നാൽ ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത്. 1-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഏതിലാണ്? കെ എൻ രാജാണ് അല്ലെ? കെ എൻ രാജന്റെ ആ ഒരു മോഡലിലേക്ക് തന്നെ ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതും അതായത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദേശ നയവുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഒക്കെ പ്രധാനമായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിലേക്ക് സി രാജഗോപാലാചാരിയിലേക്ക് എത്താം അല്ലെ? അപ്പോ എന്താണ് ഈ കേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറയുന്നത്? കേന്ദ്രീകൃതം പ്ലാനിങ് എല്ലായ്പ്പോഴും എവിടെ ആയിരിക്കണം? കേന്ദ്രത്തിലായിരിക്കണം. അതായത് ഒരു രാജ്യത്തിന്റെ, ശ്രദ്ധിക്കണടാ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വിഭവങ്ങളുടെ ഉൽപാദനമാണെങ്കിലും വിതരണമാണെങ്കിലും വില നിർണ്ണയമാണെങ്കിലും എല്ലാം കേന്ദ്ര അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് തീരുമാനിക്കണം. അതിനെയാണ് എന്ത് പറയാ? കമാൻഡ് ഇക്കണോമി എന്ന് പറയാ. മനസ്സിലായോ? അപ്പൊ ഒരു രാജ്യം അതിന്റെ സാമ്പത്തിക വിഭവങ്ങളുടെ ഉൽപാദനമാണെങ്കിലും അത് വിതരണമാണെങ്കിലും അത് വില നിർണ്ണയമാണെങ്കിലും അത് കേന്ദ്ര അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് തീരുമാനിക്കണം. അതാണ് ഇവിടെ കേന്ദ്രീകൃത ആസൂത്രണം. അതായത് ഇത് നമ്മൾ എന്തൊരു കാര്യം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ അധികാരം ആർക്ക് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ് അല്ലെ? അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സംസ്ഥാന ഗവൺമെന്റുകൾക്ക്. അപ്പൊ ഈ എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിൽ മാത്രം അതിനോട് ആർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല? സി രാജഗോപാലാചാരിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പൊ പഠിച്ചോളൂ ബോംബെ പ്ലാൻ അല്ലേ? ആ ബോംബെ പ്ലാനിലും അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ
പിന്നീടുള്ള വർഷങ്ങളിലും ഒക്കെ ഈ ആശയത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ശേഷം പറയുമ്പോൾ 50-ലല്ലേ മാർച്ച് 15-നല്ലേ ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമാകുന്നത് അല്ലേ. അപ്പോ ഈ കേന്ദ്രീകൃത തീരുമാനം പറയുമ്പോൾ എന്തൊക്കെ വരും, എന്ത് ഉൽപ്പാദിപ്പിക്കണം അല്ലേ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ, കേന്ദ്രീകൃത ഗവൺമെന്റ് ആണ് അല്ലേ. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതണടാ, ഞാൻ അത്രയും പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് കേൾക്കണേ. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇതൊക്കെ തീരുമാനം എടുക്കുന്നത് ആരാ, ഗവൺമെന്റ് ആണ്. അതുപോലെ പൊതുമേഖലയ്ക്ക് മുൻഗണന കൊടുക്കണം. ഫാക്ടറികൾ, അതുപോലെ ഭൂമി, വിഭവങ്ങളൊക്കെ അതിന്റെ ഉടമസ്ഥാവകാശം പ്രധാനമായും ആർക്കായിരിക്കണം, രാജ്യത്തിനായിരിക്കും. സ്വകാര്യ ലാഭത്തേക്കാൾ പൊതുജനക്ഷേമത്തിന് മുൻഗണന കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ പൊതുമേഖലയ്ക്ക് മുൻഗണന കൊടുക്കണം. പിന്നെ ഈ കേന്ദ്രീകൃത ആസൂത്രണത്തില് അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ അങ്ങനെ പറയാം, നിശ്ചിത കാലയളവിൽ നമ്മൾ പഞ്ചവത്സര പദ്ധതി പറയല്ലേ, 5 വർഷത്തിനുള്ളിൽ നേടേണ്ട കാര്യങ്ങളാണ്, സാമ്പത്തിക മായിട്ട് നേടേണ്ട കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്നത്. അങ്ങനെ നിശ്ചിത ലക്ഷ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഇന്ത്യയും കേന്ദ്രീകൃത ആസൂത്രണവും തമ്മിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യ ആൻഡ് കേന്ദ്രീകൃത ആസൂത്രണം, നമ്മൾ ഇതിൽ എന്താ പഠിക്കുക, നമുക്ക് കേന്ദ്രീകൃത ആസൂത്രണം. അപ്പൊ നമുക്ക് ആദ്യം വരും എന്താണ്, 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു അല്ലെ. 1950 മാർച്ച് 15 കേട്ടോ, മാർച്ച് 15 എന്ത് ചെയ്തു, പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു അല്ലെ. 50 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ എന്ത് ചെയ്ത്, കേന്ദ്രീകൃത ആസൂത്രണ രീതിയാണ് സ്വീകരിച്ചത് അല്ലെ. 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി, 50 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. അപ്പൊ ആ രൂപീകരിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ചട്ടം എന്താണ്, കേന്ദ്രീകൃത ആസൂത്രണമാണ്. മനസ്സിലായോ? അങ്ങനെ പഞ്ചവത്സര, അടുത്തത് നമുക്ക് ഏതാ പഠിക്കാനുള്ളത്, പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. പഞ്ചവത്സര പദ്ധതി അതിൽ എന്താ പറയുന്നത്, പഞ്ചവത്സര പദ്ധതി 5 വർഷത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. എവിടെ നിന്ന് കടമെടുത്തത്, USSRൽ നിന്നാണ് അല്ലെ. USSR അതായത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ എന്ത് ചെയ്തത്, ഈ പഞ്ചവത്സര പദ്ധതികൾ സ്വീകരിച്ചത്. അപ്പൊ ഈ പഞ്ചവത്സര പദ്ധതികൾ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് 1951 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 50 പ്ലാനിംഗ് കമ്മീഷൻ വന്നു. അങ്ങനെ അത് കഴിഞ്ഞു. നമുക്കറിയാം 2015 ആയി അല്ലേ. 2015 ആയപ്പോൾ എന്ത് ചെയ്തു, ഈ പ്ലാനിംഗ് കമ്മീഷനു പകരം എന്ത് നിലവിൽ വന്നു, നീതി ആയോഗ് നിലവിൽ വന്നു അല്ലേ. നീതി ആയോഗ് നിലവിൽ വന്നു. അതോട് കൂടിയിട്ട് എന്തായി, ഇന്ത്യയില് കേന്ദ്രീകൃത ആസൂത്രണത്തിൽ നിന്നും ഇത് മുഴുവൻ എന്തായിരുന്നു, കേന്ദ്രീകൃത ആസൂത്രണമായിരുന്നു. മനസ്സിലായോ? കേന്ദ്രീകൃത ആസൂത്രണമായിരുന്നു. എന്നാൽ ഇവിടെ എന്താണ് കേന്ദ്രീകൃത ആസൂത്രണം. പക്ഷെ നീതി ആയോഗ് നിലവിൽ വന്നപ്പോൾ എന്തായിന്നറിയോ, ഈ കേന്ദ്രീകൃത ആസൂത്രണത്തിൽ നിന്നും ഒന്ന് വ്യതിചരിച്ചിട്ട് അത് വികേന്ദ്രീകൃത ആസൂത്രണത്തിലേക്ക് മാറി. മനസ്സിലായോ? വികേന്ദ്രീകൃത ആസൂത്രണത്തിലേക്ക് അത് മാറി കേട്ടോ. അപ്പൊ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. ഏത് കാര്യത്തിനും എന്തുണ്ടാകും, ദോഷങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, കേന്ദ്രീകൃത ആസൂത്രണത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കി. എങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നെക്സ്റ്റ് നോക്കടാ, ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ. KN രാജുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇതിലെ ആൻസർ വേഗം എത്താൻ പറ്റും. എങ്ങനെയെന്നറിയോ, തെറ്റായ പ്രസ്താവനയിലെ ചോദിച്ചിരിക്കുന്നത് നോക്ക്, ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്ക്, പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ. എപ്പോഴും ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അല്ലേ. ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു അല്ലേ. എപ്പോഴും ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. KN രാജ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? KN രാജ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒന്ന് തെറ്റാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസറിൽ എന്തായാലും ഒന്നുണ്ടാകണം. ഇതിലും ഒന്നില്ല. ഇനി ഇവിടെ Aയും Dയും മാത്രമേ ഉള്ളൂ. റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ട് KN രാജ് കേട്ടിട്ടുണ്ടോ? നമ്മളൊന്നുമില്ലെങ്കിലും PSC ഒക്കെ പഠിക്കുന്ന സമയത്ത് റിസർവ് ബാങ്കിന്റെ ഗവർണർ KN രാജ് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ 1ഉം 2ഉം അല്ലേ. ആൻസർ ഏതാണ്? 1ഉം 2ഉം. അത് റിസർവ് ബാങ്കിന്റെ ഗവർണർ അല്ല, തെറ്റാണ്. മനസ്സിലായോ? അതും അപ്പൊ 1ഉം 2ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. KN രാജ് എന്ന് പറഞ്ഞ KN രാജിന്റെ ഫുൾ കറക്റ്റ് ഈ KN എന്താണെന്ന് പറയും, K പറഞ്ഞത് കക്കാടൻ എന്നാണ് കേട്ടോ. കക്കാടൻ, N നന്ദനാഥ് രാജാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയില് പ്രമുഖനായിട്ടുള്ള ഒരു
സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല ദീർഘവീക്ഷണം ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല പ്ലാനിങ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ സ്വതന്ത്രാനന്തര ഇന്ത്യയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1951 5 ഇയർ പ്ലാൻ കൊണ്ടുവരുന്നത് അല്ലെ, പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവരുന്നത് 1951 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയില്ലേ. ആ ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് എപ്പോഴാ, 1951 മുതൽ 1956 വരെയാണ് അല്ലേ. 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നൽകിയത്. അതിന്റെ കരട് തയ്യാറാക്കിയത് ആരാ? കരട് പറഞ്ഞ ആ പഞ്ചവത്സര പദ്ധതി എന്തായിരിക്കണം ലക്ഷ്യം, ആ കരട് തയ്യാറാക്കിയ വ്യക്തിയാണ് കക്കാടൻ നന്ദനാഥ് രാജ് എന്ന് പറയുന്ന KN രാജ് അല്ലേ. എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ അദ്ദേഹം നടപ്പിലാക്കിയത്, എന്താണ്, കാർഷിക മുൻഗണനയല്ലേ, നമ്മൾ പഠിക്കാറില്ലേ, കാർഷികത്തിനും ജലസേചനത്തിനുമാണ് അദ്ദേഹം മുൻഗണന കൊടുത്തത്. കാർഷികത്തിനും ജലസേചനത്തിനുമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, മുൻഗണന കൊടുത്തത്. അതുകൊണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരെന്താ, കാർഷിക പദ്ധതി എന്നാണ് അല്ലേ. കാർഷിക പദ്ധതി എന്നാണ്. അദ്ദേഹം 26ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിന്റെ വയസ്സ് അപ്പൊ എത്രയെന്നറിയോ, 26ാമത്തെ വയസ്സാണ്. അപ്പോ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ. ആ ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരമാണ് KN രാജ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ കരട് തയ്യാറാക്കാനായിട്ട് നെഹ്റു ചുമതലപ്പെടുത്തുന്നത് KN രാജിനെയാണ്. അദ്ദേഹത്തിന് 26ാമത്തെ വയസ്സിലാണ്. നമ്മളിപ്പൊ കിടന്ന് ഞാൻ ഒന്നും പറയില്ല. ഓക്കെ, അതേപോലെ തന്നെ CDSന്റെ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ KN രാജിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, കേരളത്തിലെ CDSന്റെ സ്ഥാപകനാണ്. CDS എന്താ, തിരുവനന്തപുരത്താണ് അല്ലേ. CDSന്റെ സ്ഥാപനം എവിടെയാണ്, തിരുവനന്തപുരത്താണ്. എന്താ CDS, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്. ഓക്കെ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് 1970 തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്, KN രാജാണ്. ഇതിന്റെ പ്രത്യേകത എന്താ, ഈ CDSന്റെ പ്രത്യേകത എന്താണ്, ഇവിടെ പറഞ്ഞു, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്താ, ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സാമ്പത്തിക ഗവേഷണ കേന്ദ്രമാണിത്. സാമ്പത്തിക ഗവേഷണ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത്, CDS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കേരള മോഡൽ വികസനം ആര് കൊണ്ടുവന്നു, KN രാജാണ്. കേരള മോഡൽ വികസനം നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. കേരള മോഡൽ വികസനം, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് പഠനങ്ങൾക്ക് പിന്നെ പ്രവർത്തിച്ചതും എന്താണ്, കേരള മോഡൽ വികസനം പറഞ്ഞ കുറഞ്ഞ ആളോഹരി വരുമാനം. ആ കുറഞ്ഞ ആളോഹരി വരുമാനത്തിലും നമ്മുടെ കേരളം എന്തു ചെയ്തു, ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ കേരളം ഒന്നാമതായി, ലോക ശ്രദ്ധ പിടിച്ചു പറ്റി. ഇദ്ദേഹത്തിന്റെ കേരള മോഡൽ വികസന പദ്ധതിയിലൂടെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നാണ് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഒക്കെ സാമ്പത്തിക ശാസ്ത്രത്തിലാണ്. അതുപോലെ 1969 അദ്ദേഹം നമുക്കിങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയുള്ള വ്യക്തികളിലേക്ക് അവിടെയൊക്കെ ഒരു കഴിവ് നോക്കുന്ന സമയത്ത് അല്ലേ, അവരൊക്കെ എത്രമാത്രം റിസ്ക് ആണ് അല്ലേ. ഇത് നമുക്ക് കുറച്ച് സിലബസ് തന്നിട്ട്, കുറച്ച് സിലബസ് അല്ല, വലിയ സിലബസ് തന്നെയാണ്. അത് പഠിക്കാൻ പറഞ്ഞാൽ അയ്യോ എനിക്ക് പഠിക്കാൻ വയ്യ, നാളെ ആകട്ടെ. ഇന്നിപ്പോ ശനിയാഴ്ച എക്സാം കഴിഞ്ഞ് വന്നവര് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഉറപ്പാണ് താഴെ കമന്റ് ചെയ്യണം കേട്ടോ, ഞാൻ ഇത് പറഞ്ഞത് സത്യമാണോ അല്ലേ എന്നുള്ളത്. ലിസ്റ്റിൽ അതായത് ഏകദേശം മാർക്ക് ഉണ്ടാകും, പേര് വരും എന്നുള്ളത്, പ്രിലിംസിൽ കയറും എന്നുള്ളത് ഒരു ഉറപ്പുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇപ്പൊ പഠിക്കാൻ തുടങ്ങില്ല, സ്റ്റേജ് 2 കൂടി ഉണ്ടല്ലോ, ഇനി ക്യാൻസലായ എക്സാമിന്റെ സ്റ്റേജ് ഒക്കെ കൂടി കഴിയട്ടെ, എന്നിട്ട് നോക്കട്ടെ, എല്ലാവരുടെയും യൂട്യൂബിലൊന്ന് കയറിയിട്ട് എല്ലാവരുടെയും കട്ട് ഓഫ് ഒക്കെ ഒന്ന് നോക്കട്ടെ. കട്ട് ഓഫ് പ്രവചനങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വീണു പോകും. നിങ്ങൾ എന്നോട് താഴെ ചോദിച്ചു കമന്റിൽ, ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഓരോരുത്തരും പറഞ്ഞ കട്ട് ഓഫ് അല്ല വന്നിരിക്കുന്നത്. ലാസ്റ്റ് തകിടം മറിയരുത്, മനസ്സിലായോ? താഴാം കൂടാം എന്തും സംഭവിക്കാം. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകുമല്ലോ, ഇത്ര വന്നാൽ കിട്ടും. പഠിച്ചത് എവിടെയും പോയില്ല, കാരണം VF എക്സാം അടുത്തു. മനസ്സിലാകുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിക്കുക. അടുത്തത് LDയുടെ നോട്ടിഫിക്കേഷൻ വരാനായി, LGSന്റെ നോട്ടിഫിക്കേഷൻ വരായി. പഠിച്ചത് എവിടെയും പോല കൂടെ നിന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ 69 മുതൽ 1970 വരെ, 69 to 70 അദ്ദേഹം ഡൽഹി വൈസ് ചാൻസലർ ആയിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വൈസ് VC ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 2003 പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പത്മ പുരസ്കാരത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം അല്ലേ പത്മവിഭൂഷൺ. അത് കഴിഞ്ഞ പത്മഭൂഷൺ, അത് കഴിഞ്ഞ പത്മശ്രീ, അങ്ങനെയല്ലേ. പത്മവിഭൂഷൺ 2003 കിട്ടി. മനസ്സിലായോ?
അത് പിന്നെ അദ്ദേഹം 2010 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അന്തരിക്കുന്നത്. ഫെബ്രുവരി മാസം 10 തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ട് അദ്ദേഹം അന്തരിച്ചു. അപ്പൊ ഇനി KN രാജുവിനെ കുറിച്ചിട്ട് ഇനി ഇതിൽ കൂടുതൽ പഠിക്കോ നോക്കടാ. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ സ്ഥാപകൻ, CDSന്റെ സ്ഥാപകൻ. പഠിച്ചില്ലടാ നമ്മള് CDS, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു. ശ്രദ്ധിക്കണം, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചത് ആരാണ്? KN രാജാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ KN രാജുമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യടാ. ഇത്രയും ഞാൻ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നില്ലേ? ഓക്കെ, താഴെ ഒന്ന് കമന്റ് ചെയ്യണേ കേട്ടാ. നമുക്ക് ഇതിന്റെ ബാലൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, നിങ്ങൾ ഒരു രൂപ നിങ്ങൾ എനിക്ക് തരണം. ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ വലതുവശത്ത് കിടന്ന ഒരു ബെൽ ബട്ടൺ ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്ന് ഇനേബിൾ ചെയ്യടാ. ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോ, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോ, ഒന്ന് ഷെയർ ചെയ്തിട്ട് പോ, ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യും. ഒരു രൂപ ചെലവില്ല, ഒന്ന് ചെയ്തിട്ട് പോ. ഓക്കെ, നിങ്ങൾ ഹാപ്പി, ഞാനും ഹാപ്പി. ഓക്കെ ആണല്ലോ. താങ്ക് യു.